ഹലോ എവ്രി വൺ. നമുക്കറിയാം നേഴ്സുമാർ കൂടുതലും അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും നേഴ്സിംഗ് ഒരു നല്ല വരുമാന മാർഗവുമാണ്. ധാരാളം മലയാളി നേഴ്സുമാർ ഇന്ന് അമേരിക്കയിലുണ്ട്. അവരൊക്കെയും വളരെ സ്മാർട്ടായിട്ടുള്ള നേഴ്സുമാരാണ്. നമുക്കറിയാം അവരൊക്കെയും അവരുടെ മാസ്റ്റേഴ്സും ഡോക്ടറൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ധാരാളം മലയാളി നേഴ്സുമാരെ എനിക്ക് പേഴ്സണലി അറിയാം. അവരുടെയൊക്കെയും ആ ഒരു ഡെഡിക്കേഷനെയും ആ പ്രൊഫഷനോടുള്ള സ്നേഹവും അവരുടെ ഒരു കമ്പാഷനേറ്റ് കെയറും ഒക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നമുക്കറിയാം കൂടുതലും ഇന്ന് മലയാളികളിൽ നേഴ്സ് ലീഡർഷിപ്പ് കാണാറുണ്ട്. എല്ലാവർക്കും വളരെ താല്പര്യമാണ്. നല്ലൊരു പഠിത്തമൊക്കെ കഴിഞ്ഞ ഒരു ഡോക്ടറൽ ഡിഗ്രി ഒക്കെ കിട്ടുകഴിഞ്ഞ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് ലീഡർഷിപ്പ് റോളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആസ് എ നേഴ്സ് ലീഡർ യു ജസ്റ്റ് ഡോണ്ട് ഗൈഡ് എ ടീം, യു ഷേപ്പ് ദ ഹോൾ ഫ്യൂച്ചർ ഓഫ് കമ്പാഷനേറ്റ് കെയർ ആണ് ചെയ്യുന്നത്. നമുക്ക് ടീം വർക്ക് വേണ്ട എന്ന് പറയുന്നില്ല, എങ്കിലും അതിലുപരിയായിട്ട് വി ആർ ട്രൈങ് ടു ഷേപ്പ് ദ ഫ്യൂച്ചർ ഓഫ് ദ കെയർ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മുടെ സ്ട്രെങ്ത് മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വിസ്ഡമൊക്കെയും മറ്റുള്ളവരുടെ ഗ്രോത്തിനെ എംപവർ ചെയ്യുവാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും നമ്മളോട് റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുമുണ്ട്, വൈ ഹീലിംഗ് മാറ്റേഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ഈ ഒരു കമ്പാഷനേറ്റ് കെയറിനോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ രോഗികൾക്ക് ചെയ്യാറുള്ളത്. ചിലരൊക്കെ ആണെങ്കിൽ ദേ ഗോ ബിയോണ്ട് ദെയർ കേപ്പബിലിറ്റീസ്, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത് അല്ലെങ്കിൽ എന്തും അവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ടുള്ളൊരു ത്യാഗമനോഭാവം നമ്മുടെ നേഴ്സുമാരിൽ ധാരാളമായിട്ട്, പ്രത്യേകിച്ച് മലയാളി നേഴ്സുമാരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ കീപ് ലീഡിങ് വിത്ത് ദ പർപ്പസസ് because it really impacts a cause for beyond the bedside care. Have a great day, everyone.